ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523 6532 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بالعلم يسمو المرء بالألياء وينال ما يرجو من النعماء. العلم نور والجهالة ظلمة شتان بين النور والظلماء. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളും അള്ളാഹുവിന് ഇഷ്ടകരമായ പ്രവൃത്തികളിലേക്ക് തിരിച്ചുവിടാനുള്ള സന്മനസ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തി തരുകയും അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പവിത്രമായ മതമായ ഇസ്ലാം ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും പ്രകൃതിക്ക് ഇണങ്ങുന്ന നിയമങ്ങൾ അടങ്ങിയ മതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രകൃതി മതമാണ് എന്ന് പറയുന്നത്. മനുഷ്യപ്രകൃതിക്ക് യോജിക്കാത്ത, അനുഗുണമല്ലാത്ത ഒരു നിയമങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുന്നത് തന്നെ ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു പാകതയിലാണ്.
സർവശക്തനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്ക പാകതയിലാണ് എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിൻ്റെ സാരം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും ജനിച്ചു വീഴപ്പെടുന്നത് അലൽ ഫിത്രത്തി, ശുദ്ധമായ പ്രകൃതിയിന്മേലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന ആ മനുഷ്യ കുഞ്ഞിന് മറ്റാരും അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ, മറ്റാരും അവനെ ആ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ, നേരിൻ്റെ മാർഗത്തിലൂടെ പോകാൻ തക്ക ഒരു പാകതയുള്ള ശുദ്ധമായ പ്രകൃതിയിലാണ് എല്ലാ മനുഷ്യക്കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് ആ ഹദീസിൻ്റെ അടുത്ത ഭാഗം. എല്ലാവരും ഇസ്ലാം സ്വീകരിക്കാനും അല്ലാഹുവിനെ മാത്രം ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള പാകതയിലും പ്രകൃതിയിലുമാണ് ജനിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് എങ്ങനെ കാഫിറുകൾ ഉണ്ടായി? ഈ ലോകത്ത് ആ നാഥനെ ചോദ്യം ചെയ്യുന്നവർ എങ്ങനെയുണ്ടായി? അതൊരു സ്വാഭാവിക സംശയമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയുകയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഇങ്ങനെ ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യ കുഞ്ഞിന് അവൻ്റെ വളർച്ചയിൽ അവനെ വളർത്തുന്ന ആളുകൾക്ക് വല്ലാത്തൊരു സ്വാധീനമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെ ജനിച്ചു വീണ ഈ കുഞ്ഞിനെ അതാ ഫഅബവാഹു, എന്നിട്ടവൻ്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, ഒന്നുകിൽ യഹൂദിയാക്കി മാറ്റുന്നത്, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ നസറാണിയാക്കി മാറ്റുന്നത്, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ തീയിനെ ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന, അഗ്നിയെ ആരാധിക്കുന്ന മജൂസികളിൽ പെട്ടവനാക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളാകുന്നു. വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ ഓരോ വളർച്ചയിലും അവൻ ജനിച്ചു വീണിട്ടുള്ള സാഹചര്യവും അവൻ വളർന്നു വരുന്ന ചുറ്റുപാടും അവനെ വളർത്തുന്ന രക്ഷിതാക്കളും വല്ലാത്ത ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ശുദ്ധമായ പാകതയിലും പ്രകൃതിയിലുമൊക്കെ ജനിച്ച ഒരു മനുഷ്യ കുഞ്ഞ് യഹൂദിയും നസറാണിയും മജൂസിയും മുശ്രിക്കും അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളായി മാറി അവനെ വളർത്തുന്നവരിലുണ്ടാകുന്ന വൈകല്യം, ഒരു വസ്തുവിനുണ്ടാകുന്ന വളവ് ആ വസ്തുവിൻ്റെ നിഴലിലും കാണുന്നത് പോലെ മാതാപിതാക്കളുടെ തണലിൽ വളരുന്ന മക്കൾ ആ മാതാപിതാക്കളെ സ്വാധീനിച്ചിട്ടുള്ള വിശ്വാസങ്ങളും അവിശ്വാസങ്ങളുമൊക്കെ ഈ കുട്ടിയെയും എന്തു ചെയ്യും? സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഈ നിലക്ക് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ജനനം തന്നെ ശുദ്ധമായ ഒരു പ്രകൃതിയിലാകുമ്പോൾ ആ കുട്ടിയിൽ വല്ലാതെ രക്ഷിതാക്കൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ വളർച്ചയുടെ ഓരോ പടവുകളിലും കുട്ടികളിൽ യഥാർത്ഥമായ ബോധം നിലനിർത്താൻ ശ്രമിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് ഈ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ അവർ ആ നിലക്ക് വളർത്തുമല്ലോ. അതിന് മാതാപിതാക്കൾ നല്ലവരാകണം. ആ നിലക്കുള്ള ഒരു സൂചന ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാ? ഈ സമൂഹത്തിൽ നല്ല മക്കൾ ഉണ്ടാകുന്നത് സമുദായത്തിന് ഉപകാരമുള്ള, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള, നാടിനും നാട്ടാർക്കും ഉപകാരമുള്ള, സർവോപരി മനുഷ്യന്റെ മരണാനന്തരം നാളെ മഹ്ശറിൽ ഉപകരിക്കപ്പെടുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഈ ലോകത്തുണ്ടാകണം. നല്ല ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ആവുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാമിക ശരീഅത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് നിമിത്തമായി തീരുന്നത് അന്യരായി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരാൻ അവർക്ക് വിഹിതമായ മാർഗം തിരഞ്ഞെടുക്കുമ്പോഴാണ്.
അങ്ങനെയാണല്ലോ സന്താനോൽപാദനം ഉണ്ടാകുന്നത്, അങ്ങനെയാണല്ലോ ഒരു സമൂഹം ഉണ്ടാകുന്നത്. ഒരു കുടുംബം അതിൻ്റെ ചെറിയ യൂണിറ്റായി ഒരു ഭാര്യാഭർത്താക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ ഒരു സമൂഹമേ വരാവൂ എന്ന നിലക്ക് ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ വരെ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഉപരിയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദർശബോധമാണ്. ദീനീ നിഷ്ഠയുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതമുള്ളവളെ കൊണ്ട് നീ വിജയിച്ചോളൂ. മതമുള്ള പെണ്ണിനെ കൊണ്ടേ നിനക്ക് വിജയിക്കാനാകൂ, അതാണ് നീ ശ്രദ്ധിക്കേണ്ടതെന്ന് പുരുഷനോട് പറഞ്ഞു. അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ ഏൽപ്പിക്കുന്നത് മതബോധമുള്ളവരുടെ കൈകളിലാവണം, ദീനും ഖുലുഖും മെച്ചപ്പെട്ടവരുടെ കൈകളിലാവണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതേ ഖുലുഖിൽ അഥവാ അതേ സ്വഭാവത്തിലും സംസ്കാരത്തിലും കഴിയുന്ന ആളുകളുടെ കയ്യിലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാവോ എന്ന് പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടും പറഞ്ഞു. അതെന്തിനാ? വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ, ഒരു കുടുംബത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഇസ്ലാമികമായ ബോധത്തിലൂന്നിയ ദമ്പതികളാവണം. അവിടുന്ന് അങ്ങോട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ശൈത്താനെ അകറ്റണമേ, ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുന്നതിലും നീ ശൈത്താനെ അകറ്റണമേ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാലോ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് മുമ്പേ, ഒരു കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് വരുന്നതിൻ്റെ മുമ്പേ രക്ഷിതാക്കളോട് വളരെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കാൻ ഈ ദുആയിൽ നിർദ്ദേശമില്ലേ? ജനിച്ച് വീണിട്ടില്ല, ഈ വളരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കുഞ്ഞിലും പൈശാചിക സ്വാധീനമുണ്ടായിക്കൂടാ. ആ ബോധത്തിനനുസരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന സ്വകാര്യ നിമിഷവേളകളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത്രയും സൂക്ഷ്മതയോടുകൂടി ആ മേഖലയിലെ ഓരോ ചുവടുവെപ്പും നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാ? ഈ ലോകത്ത് വളർന്നു വീഴുന്ന ഓരോ കുഞ്ഞും, ജനിച്ചു വീണ് വളർന്നു വരുന്ന ഓരോ കുഞ്ഞും സർവശക്തനായ റബ്ബിനെ ചോദ്യം ചെയ്യുന്ന മക്കളായിക്കൂടാ. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളോട് പുച്ഛമുള്ള മക്കളായിക്കൂടാ. അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ സംസ്കാരത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മക്കളായിക്കൂടാ. പിന്നെ എന്താണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മക്കളെപ്പറ്റി ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അവർക്ക് ദുനിയാവിലല്ല. ദുനിയാവിൽ നാം വളർത്തിയുണ്ടാക്കുന്ന നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഒരു പക്ഷേ അവരിലൂടെ ഉപകാരം കിട്ടിയേക്കാം, കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണോ? നാം ആഗ്രഹിക്കുന്നത് എനിക്കെൻ്റെ മക്കളൊരു സമ്പത്താകണം, അവർ എനിക്കൊരു നിധിയായി മാറണം. അതെങ്ങനെയാണ്? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും ഇനി ഞാൻ മരിച്ചുപോയ കാലത്താണെങ്കിലും എൻ്റെ മക്കൾ അവരുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കാൻ പാടില്ല. അത് ഓരോ രക്ഷിതാക്കളുടെയും ആഗ്രഹമാണ്. അതിനനുസരിച്ചാണ് മക്കളെ വളർത്തുന്നത്. തനിക്ക് ഈ ലോകത്ത് ഉപകാരം കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലുമൊക്കെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, റബ്ബേ നീ അവരെ രണ്ടാളെയും അനുഗ്രഹിക്കണമേ. കമാ റബ്ബയാനി, അവർ രണ്ടാളും എന്നെ പരിപാലിച്ചതുപോലെ, സഗീറാ, ഞാൻ നന്നേ ചെറുപ്പമായിരുന്ന പ്രായത്തിൽ, ചെറുപ്പപ്രായത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ വളർത്താൻ കഷ്ടപ്പെട്ടവരാണ്. ആ കഷ്ടപ്പാടിന് ഈ ഭൗതിക ലോകത്തുള്ള മുഴുവനും ഞാൻ അവർക്ക് വലുതായിട്ട് തിരിച്ചു കൊടുത്താലും അതൊന്നും പകരമാവില്ല റബ്ബേ. അതിനനുസരിച്ചുള്ള ഗുണം, റഹ്മത്ത് നീ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇതാണൊരു മകൻ പ്രാർത്ഥിക്കേണ്ടത്, മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല അവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ, റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഉടനെ വലിവാലിദയ്യ,
എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കളുണ്ടാകണം. അങ്ങനെ പറയുന്ന മക്കളുണ്ടായാലേ മരണാനന്തരവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ മക്കളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സമ്പാദ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചു പോയാലും മുറിഞ്ഞു പോകാതെ അവനവൻ്റെ അമലിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ ചുരുക്കമാണ്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു മകൻ, സ്വാലിഹായ ഒരു മക്കൾ, സ്വാലിഹായ മക്കളെ ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരാൾക്ക് മരിച്ചു പോകാൻ കഴിയുന്നതെങ്കിൽ ഈ മനുഷ്യൻ മരിച്ചാലും ഇയാളുടെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക് ഈ സാലിഹീങ്ങളായ മക്കൾ ചെയ്യുന്ന അവരുടെ പ്രാർത്ഥന എത്തുന്നതാണ്. അതിനും പുറമേ നാം അവർക്ക് പരിശീലനം നൽകിയിട്ടുള്ള ഇബാദത്തുകളും ഏതെല്ലാം കാര്യങ്ങളുമുണ്ടോ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോഴൊക്കെ അവർക്കൊട്ടും പ്രതിഫലം കുറയാതെ അതിന് നേതൃത്വം കൊടുത്ത, അതിനു വേണ്ടി ശ്രമിച്ച ഈ മാതാപിതാക്കളുടെയും അക്കൗണ്ടിലേക്ക് അതേ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ സഹോദരന്മാരെ നമുക്ക് നമ്മുടെ മക്കളിലുള്ള പ്രതീക്ഷ. ഈ ലോകത്തവർ പഠിച്ച് വളർന്ന് വലുതായി ഉദ്യോഗസ്ഥന്മാരും ശമ്പളക്കാരുമൊക്കെ ആയിട്ട് ഒരു പക്ഷേ നമുക്ക് ഉപകരിച്ചു എന്ന് വന്നേക്കാം, ഉപകരിച്ചില്ലെന്നും വന്നേക്കാം. പക്ഷേ നമുക്ക് തീർച്ചയായും ഉപകരിച്ചേ പറ്റൂ എന്ന്, എനിക്ക് ഉപകരിക്കണേ എന്ന് കണിശമായി നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മരണാനന്തരം ആ മക്കൾ മുഖേന നമുക്ക് മൻഫഅത്ത് കിട്ടണം, ഉപകാരം കിട്ടണം. അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളാവണം. ആ നിലക്കാണ് അതിന് വേണ്ട രൂപത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ ചെറുപ്പം മുതലേ നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ അവരുടേതായ പ്രഭാത സമയം മുതൽ സ്കൂൾ തുടങ്ങുന്ന സമയം വരേക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്തു ചെയ്യുന്നു, മദ്രസ വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ആളുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും നിലക്കതിന് കഴിയില്ലെങ്കിൽ നാം അതിന് കഴിയാവുന്ന നിലക്കുള്ള സംവിധാനങ്ങൾ നാം ഏർപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നതിലൂടെ നമുക്കുള്ള ആഗ്രഹം, ഈ മക്കളൊരിക്കലും വഴിതെറ്റിപ്പോയിക്കൂടാ, ഈ മക്കളൊരിക്കലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നുപോയിക്കൂടാ. ഈ ആഗ്രഹമാണ്, ഈ ഒരു പ്രതീക്ഷയാണ് ഓരോ രക്ഷിതാക്കളെയും ഇസ്ലാമികമായ ബോധത്തിലൂന്നിയ ഒരു ജീവിതത്തെ അവർക്ക് പരിശീലിപ്പിക്കുമ്പോഴുള്ളത്. കാരണം ഇത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാത്തുകൊള്ളണേ. നിങ്ങളെ ശരീരങ്ങളെ മാത്രം നിങ്ങൾ കാത്താൽ പോരാ, വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. നാറന്നൊരു തീയില്ലെന്ന്. ഏതാണ് ആ തീ? അത് പരലോകത്തിലെ തീയാണ്. വഖൂദുഹാ, അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്തൊക്കെയാണ്? അന്നാസു വൽ ഹിജാറ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാരെയാണ് അതിൽ കത്തിക്കുന്നത്. വൽ ഹിജാറ, അതുപോലെ തന്നെ ചൂടിന് കാഠിന്യമേറാൻ നിലക്ക് ശക്തമായ നിലക്കുള്ള അത്തരത്തിലുള്ള കല്ലുകളുമാണ്. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർ ആരാധിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കല്ലുകളുമാണ്. ഏതും തഫ്സീറുകളിൽ കാണാം. എന്തായിരുന്നാലും അങ്ങനെ കത്തിക്കപ്പെടുന്ന ആ തീയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളണം. നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളും ഭാര്യയും അടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ ശിരസ വഹിക്കുന്നു. നാം അത് കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ നടപ്പിൽ വരുത്തുന്നു. നമ്മുടെ മക്കളിൽ നമ്മൾ ആ ജാഗ്രത എപ്പോഴും നിലനിർത്തുന്നു. അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്തിനു വേണ്ടി? ഈ മക്കളൊരിക്കലും മതത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൂടാ, അവർ യഥാർത്ഥമായ പാതയിലേക്ക് പോകണം. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ ആഗ്രഹമെങ്കിൽ സഹോദരന്മാരെ, സത്യം ഈ ലോകത്ത് എന്ന് വന്നുവോ അന്ന് തന്നെയും അസത്യത്തിലേക്കുള്ള ക്ഷണം നടത്തുന്ന ആളുകളും ഈ ലോകത്ത് വന്നിട്ടുണ്ട്. മനുഷ്യരെ മതബോധമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി കൃത്യമായ നിലക്കുള്ള വിദ്യാഭ്യാസം നൽകുവാനും ആ നിലക്ക് ആ കാഴ്ചപ്പാടിൽ അവരെ വളർത്തുവാനും വേണ്ടി നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും ആവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതാ മറ്റൊരു ഭാഗത്ത് നിന്ന്
മതനിരാസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനും ഇസ്ലാമികമായ ആശയങ്ങളെ പുച്ഛിച്ച് തള്ളാനും ഇസ്ലാമിക ശരീഅത്തിൻ്റെ കാലോചിതമായ നിയമങ്ങളെ ചോദ്യം ചെയ്യാനും അതൊന്നും കാലഘട്ടത്തിന് പറ്റിയതല്ലെന്ന് വെറുതെ വിടുവായത്വം പറയാനുമൊക്കെ മാനസികമായി കരുത്താർജിച്ച ഒരു തലമുറയെ വളർത്തിയുണ്ടാക്കുവാനാണ് ശാസ്ത്രബോധമുള്ള ആളുകൾ എന്ന ഓമന പേരിട്ടുകൊണ്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാദമായിട്ടുള്ള പാഠപുസ്തക വിവാദത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഗൗരവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇതൊരു കേവലം രാഷ്ട്രീയ പ്രശ്നമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് നാട്ടിൽ പാഠപുസ്തകം കത്തിക്കലും ഉപരോധങ്ങളുമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊന്നും അതിന് പരിഹാരമല്ല. നിയമപരമായി ഇതിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റം മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. കാരണം എന്താണ്? മതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ നികുതിപ്പണം വാങ്ങിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ട് സർക്കാരിൻ്റെ പൊതു ചെലവിലാണ് പൊതുവായി കുട്ടികൾ പഠിക്കേണ്ടുന്ന പാഠപുസ്തകത്തിലൂടെ മതനിരാസം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് സഹിക്കാനാവും? ഇത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള രാഷ്ട്രീയ വിരോധമല്ല. ആര് അങ്ങനെ അതിനൊരുങ്ങിയാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വല്ല കണ്ണും ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ മുസ്ലിമീങ്ങൾ ഇതിൽ ഇടപെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആർക്കും ഇവിടെ നിരീശ്വരത്വം വേണമെങ്കിൽ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ നാട്. ഇന്ത്യ രാജ്യത്തിൽ ആർക്ക് ഏത് വിശ്വാസവും വിശ്വസിക്കാം, ആരുടെ വിശ്വാസവും അവർക്ക് പ്രചരിപ്പിക്കാം, ആരുടെ വിശ്വാസവും അവർക്ക് ഉറക്കെ പറയാം, എഴുതാം. അതിലല്ല നമ്മുടെ തർക്കം. പക്ഷേ അത് പൊതുവായിട്ടുള്ള ആളുകളിൽ നിന്ന് നികുതിപ്പണം വാങ്ങിയ പണം കൊണ്ട് സർക്കാരിൻ്റെ ചെലവിൽ ഇത് വളർത്താൻ അനുവദിക്കൂല. അത് പാടില്ല എന്നതാണ് സർവ്വ മുസ്ലിമീങ്ങൾക്കും ബന്ധപ്പെട്ട ആളുകളോട് ഉണർത്താനുള്ള വികാരം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ആ പുസ്തകത്തിലെ പ്രശ്നമെന്ന്? എന്താണ് 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ള പ്രശ്നം എന്താണ്? അതിൽ കുട്ടികളുടെ ഇളം മനസ്സിൽ എന്തെങ്കിലും ഒരു മതബോധത്തെക്കുറിച്ചുള്ള ചിത്രത്തിന് വിരുദ്ധമായത് വല്ലതും കുത്തിവെക്കുന്നുണ്ടോ? ഇല്ലേ? മനസ്സാക്ഷിയുള്ള രക്ഷിതാക്കളാണല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണിപ്പോൾ വിവാദമായിട്ടുള്ള വിഷയം? 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ട്. ആ പാഠത്തിൻ്റെ പേര് മതമില്ലാത്ത ജീവൻ എന്നാണ്. മതമില്ലാത്ത ജീവൻ. ജീവൻ ഒരു കുട്ടിയുടെ പേരാണ്. ആ കുട്ടിക്ക് മതമില്ല എന്നാണ് ഹെഡിങ് തന്നെ പറയുന്നത്. കേട്ടോളൂ, എന്താണ് അതിലെ വിഷയം. സ്കൂളിൽ ചേർക്കാനായി ഒരു കുട്ടിയെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂളിൻ്റെ ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹെഡ് മാസ്റ്ററുടെ മുമ്പിലുള്ള 2 കസേരയിൽ രക്ഷിതാക്കൾ ഇരിക്കുന്നു. കുട്ടിയെ സ്കൂളിൽ ചേർക്കാനാണ് വന്നത്. അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ തുടങ്ങുകയാണ് ആര്? ഹെഡ് മാസ്റ്റർ. പാഠത്തിലുള്ളതാ പറയുന്നത്. പാഠത്തിൽ ഇവർ വർണ്ണിച്ച ഭാഗമാണ് പറയുന്നത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ കുട്ടിയോട് ചോദിക്കുന്നു, ഇവരെ രക്ഷിതാക്കളോട് ചോദിക്കുന്നു, മോൻ്റെ പേരെന്താ? അപ്പൊ മറുപടി പറയുന്നു, പേര് ജീവൻ. പേര് ജീവൻ. അപ്പൊ ഹെഡ് മാസ്റ്റർ പറയുന്നു, കൊള്ളാം, നല്ല പേര്, നല്ല പേരാണല്ലോ. അച്ഛൻ്റെ പേരെന്താ? അൻവർ റഷീദ്. അച്ഛൻ്റെ പേര് അൻവർ റഷീദ്. ഉടനെ ഹെഡ് മാസ്റ്ററുടെ ചോദ്യം, അമ്മയുടെ പേര് ലക്ഷ്മി ദേവി. അപ്പൊ അൻവർ റഷീദ്, ഉമ്മ ആരാണ്? ലക്ഷ്മി ദേവി. കുട്ടിയോ? ജീവനും. അപ്പൊ ഹെഡ് മാസ്റ്റർ മുഖമുയർത്തിയിട്ട് രക്ഷിതാക്കളുടെ നേരെ നോക്കി ചോദിച്ചു, കുട്ടിയുടെ മതം ഏതാ ചേർക്കേണ്ടത്? റിലീജിയൻ കോളത്തിൽ എന്താ ചേർക്കേണ്ടത് എന്ന് രക്ഷിതാക്കളോട് ചോദ്യം. അപ്പോൾ ഒന്നും ചേർക്കണ്ട, മതമില്ലെന്ന് ചേർത്തോളൂ, മതമില്ലെന്ന് ചേർത്തോളൂ എന്ന് രക്ഷിതാക്കൾ പറയണം. അപ്പോൾ വീണ്ടും ചോദ്യം, ജാതിയോ? ജാതി എന്താ ചേർക്കേണ്ടത്? അപ്പോൾ രക്ഷിതാക്കൾ മറുപടി, അതും വേണ്ട. അപ്പോൾ ഹെഡ് മാസ്റ്റർ കസേരയിലേക്ക് ചാരിയിരുന്ന് അല്പം ഗൗരവത്തോടെ ചോദിച്ചു, വലുതാവുമ്പോൾ ഇവന് ഏതെങ്കിലും മതം വേണമെന്ന് തോന്നിയാലോ? അപ്പോൾ രക്ഷിതാവിൻ്റെ മറുപടി, അങ്ങനെ വേണമെന്ന് തോന്നുമ്പോൾ അവൻ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഇളം മനസ്സുകളിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരു വികാരം എന്താണ്? മതത്തിലൊന്നും അത്ര കാര്യമില്ല. ബാപ്പ അൻവർ റഷീദ്, ഉമ്മ ലക്ഷ്മി ദേവി. അപ്പൊ അൻവർ റഷീദ് ലക്ഷ്മി ദേവിനെ കല്യാണം കഴിച്ചതിൽ ജീവനുള്ള ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അതിനൊരു പ്രശ്നമല്ല കുട്ടികളുടെ മനസ്സിൽ. അത് കുത്തിവെക്കാണ്. ഇസ്ലാമികമായി സഹോദര, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അൻവർ റഷീദിന് ഒരിക്കലും ലക്ഷ്മി ദേവിയെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അൻവർ റഷീദിന് മുസ്ലിമായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണിനെ അല്ലാതെ അൻവർ റഷീദിന് കല്യാണം കഴിക്കാൻ വകുപ്പില്ല. ഒരു ജൂതനസാറാക്കളിൽപ്പെട്ട പെണ്ണിനെ തന്നെയും ഇങ്ങോട്ടെടുക്കാൻ ചില പ്രത്യേക നിബന്ധനകളോടുകൂടിയാണെങ്കിൽ ആവാം എന്നതല്ലാതെ എന്തായാലും ഒരു ലക്ഷ്മി ദേവിയെ കല്യാണം കഴിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും അനുവാദമില്ല. എന്നിട്ടോ മതബോധം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കി തീർക്കുന്നുണ്ടോ? കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? എന്തിനാ മതം? പാപ്പന്റെ പേര് അൻവറും എന്റെ പേര് ലക്ഷ്മി ദേവി ആയാലൊന്നും തകരാറില്ല, അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, അതിലൊന്നും വലിയ കാര്യമില്ല. ആ നിലക്ക് ആ കാര്യത്തെക്കുറിച്ച് കുറച്ച് കൃത്യമായിട്ട് ഊന്നി പഠിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അധ്യാപകനും കൂടിയാണെങ്കിലോ കുട്ടിയുടെ മനസ്സിൽ സർക്കാർ ചെലവിൽ അള്ളാഹിനെ പറ്റിയും മതവും ഇസ്ലാമും അതിനെപ്പറ്റിയുള്ള ബോധമൊക്കെയാണ് ഇല്ലാതാവും. കാരണം എന്ത് മതമായി, മതം ഉണ്ടായില്ല, എന്താ കാര്യം? ഒന്നുമില്ല, കണക്ക് തന്നെ എന്നവരെ ബോധമുണ്ടാക്കുകയല്ലേ. മറിച്ച് നാം നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ എന്താ പഠിപ്പിച്ചത്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും തേടിപ്പോകുന്ന പക്ഷം ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തിൽ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെ എന്നും ഇസ്ലാം പറയുന്നു. ഇത് വായിച്ചു പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ബോധം, അല്ലെങ്കിലേ ഇതിനെ സംബന്ധിച്ചൊന്നും ബോധമില്ലാതെ ചെല്ലുമ്പോ ഇതങ്ങോട്ട് കേൾക്കും കൂടെ ചെയ്യുമ്പോ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ടാകും? അത് വേണ്ട, അത് സർക്കാർ ചെലവിൽ ഇത് പഠിപ്പിക്കരുത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ വേറെ പുര കെട്ടിയിട്ട് അത് പഠിപ്പിച്ചോട്ടെ. പക്ഷെ സർക്കാർ നിർബന്ധമായും കുട്ടികൾ പഠിച്ചിരിക്കണം, പരീക്ഷ എഴുതണം, കാണാതെ പഠിക്കണം എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ സർക്കാരിന്റെ ചെലവിൽ ഈ പാവപ്പെട്ട ആളുകളിൽ നിന്ന് വാങ്ങിയ നികുതി പണം കൊണ്ട് സർക്കാർ ശമ്പളം കൊടുത്തിട്ട് അതേ രക്ഷിതാക്കളുടെ മക്കളെ മതനിരാസത്തിലേക്ക് കൂട്ടിപ്പോകാനുള്ള ഈ വിഷപ്പല്ലുകളെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയണം എന്നതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീനും അതിൻ്റെ യുവഘടകമായ ISM-ഉം വിദ്യാർത്ഥി വിഭാഗമായ MSM-ഉം വനിതാ വിഭാഗമായ MGM-ഉം ഒക്കെ ഒരുമിച്ച് സംയുക്തമായി തന്നെ ഈ സമരമുന്നണിയിൽ ശക്തമായി തന്നെ ഒന്നിച്ചു ചേർന്ന് ഉത്തരവാദപ്പെട്ട ആളുകളോട് നിവേദനത്തിലൂടെ നിയമപരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പാഠപുസ്തകം പിൻവലിക്കണം, ഈ പാഠം പഠിപ്പിക്കാൻ പാടില്ല. ആ ഒരു വികാരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് അരുനിന്നതല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം കാണിച്ചതുമല്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് നമ്മുടെ കാതലായി നമ്മുടെ മക്കളിൽ മതനിരാസം വളർത്തുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ കൂട്ടായ്മയാണ്. ഇനി സഹോദരന്മാരെ, അതേ പാഠത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നെഹ്റു വിൽപത്രം എഴുതിയപ്പോ, ജവഹർലാൽ നെഹ്റു വിൽപത്രം എഴുതിയപ്പോ അതിൽ എഴുതി വെച്ചു എന്ത്? എന്റെ മരണശേഷം മതപരമായ യാതൊരു ചടങ്ങും നടത്താൻ പാടില്ല. അപ്പൊ ജവഹർലാൽ നെഹ്റു ചാച്ചാ നെഹ്റു എന്നല്ലേ പറയുന്നേ, കുട്ടികളുടെ ആളാണ്, കുട്ടികളുടെ നെഹ്റുവാണ്. അപ്പൊ ചാച്ചാ നെഹ്റു വലിയ സ്നേഹം അത് ആദ്യം പഠിപ്പിക്കും. എന്നിട്ട് അങ്ങനത്തെ നെഹ്റു പോലും എന്താ പറഞ്ഞത്? മരണസമയത്ത് വിൽപത്രത്തിൽ എന്താ എഴുതി വെച്ചത്? എന്റെ മരണശേഷം മതപരമായ ഒരു ചടങ്ങും നടത്താൻ പാടില്ല. അപ്പൊ അത്ര ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റു ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പിന്നെന്ത് നമ്മുടെ നാട്ടിലെ ഈ സാധാരണ ആൾക്കാർ ഇതിങ്ങനെ നമ്മളെ വാപ്പിയമ്മയൊക്കെ നമ്മളോട് മതം വേണം, അത് പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, മരിച്ചാ വാപ്പാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം, അതേപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചിട്ടയോടുകൂടെ കൊണ്ടു നടക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല പിന്നെയും അതിൽ പറയുന്നുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മിശ്രവിവാഹം ഒരു പുതുമയല്ലാന്നാ പഠിപ്പിക്കുന്നത്. മിശ്രവിവാഹമാണ് ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വശം. എന്താ മിശ്രവിവാഹം? സ്വന്തം മതക്കാരിയെ അല്ലാതെ മറ്റൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുക. എന്നിട്ട് അതിൽ പറയാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4 വ്യത്യസ്ത മതക്കാരെ വിവാഹം ചെയ്യാറുണ്ട്. അതവിടെ സർവ്വസാധാരണമാണ്.
4 മക്കളുണ്ടെങ്കിൽ 4 മതത്തിന്നാ കല്യാണം കഴിക്കല്, അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ലാന്നേ എന്ന് കുട്ടികളുടെ ഇളം മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ കുത്തിവെക്കാനുള്ള ഗൂഢമായ ശ്രമമാണിത്. ഇതിനെതിരെയാണ് ശക്തമായി മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചെയറിൽ പോയിട്ട് അവരുടെ മുമ്പിൽ നിവേദനം സമർപ്പിച്ചത്. ആ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിച്ച ചോദ്യം ഒരിക്കലും രസാവഹമായിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾ തിരിച്ചു ചോദിച്ചത് എന്താണ്? എന്താ ചോദിച്ചത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, ആ പാർട്ടിയിലെ നേതാവിന്റെ മക്കള് അവര് മിശ്രവിവാഹം നടത്തിയിട്ടില്ലേ എന്ന് ചില മുസ്ലിം സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ചോദിക്കുന്നത്. അതെവിടുത്തെ ന്യായമാണ്? ഏതെങ്കിലും ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം എന്ന് പഴച്ചു. മുസ്ലിം എന്ന് പേര് പറയുന്ന ഒരു വ്യക്തി ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര പേരുണ്ട് മുസ്ലിം പേരിട്ടുകൊണ്ട് മദ്യപിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, പലിശ വാങ്ങുന്നവർ, തെമ്മാടിത്തം കാണിക്കുന്നവർ? അതൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നുള്ളതിന് അത്തരം പേരുള്ള ആളുകൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് ന്യായമായി പറയാൻ പറ്റുമോ? ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഇസ്ലാമിൽ ഒരു കാര്യം തീരുമാനിക്കുന്നത് പ്രമാണങ്ങൾ നോക്കിയിട്ടാണ്, ആളുകളുടെ പ്രവർത്തനം നോക്കിയിട്ടല്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ സഹോദരന്മാരെ, ഏത് കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ ഖുർആനിന്റെ പഠനത്തിനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ആകെ കൂടി ഒരല്പമെങ്കിലും ഒരു ഉപയോഗപ്പെടുത്താറുള്ള അറബി ഭാഷയെ സംബന്ധിച്ചു പോലും അത് നമ്മുടെ മക്കളിൽ നിന്ന് എടുത്തു പോകാൻ തക്ക രൂപത്തിലുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കാൻ വരെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഭരണകൂടം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ വളരെ കാര്യമായി അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നൽകുന്ന സമയമാണ് മദ്രസയുടെ സമയം. ആ സമയത്തിലേക്ക് സ്കൂളിന്റെ സമയം ഇങ്ങോട്ട് മാറ്റുവാൻ വേണ്ടി കാലത്ത് തന്നെ തുടങ്ങുന്ന സമ്പ്രദായമാക്കിയിട്ട് ആ നിലക്കുള്ള ശ്രമങ്ങളും ഉണ്ടായി. പക്ഷേ ഒരുമിച്ചുകൊണ്ട് സംഘടനകളൊക്കെ ഒന്നിച്ച് ശക്തമായി അതിൽ മറ്റുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയമാണിത് എന്ന നിലക്ക് എല്ലാ സംഘടനകളും സംയുക്തമായി തന്നെ ഇതിനെ നേരിട്ടപ്പോൾ ആ നിയമം സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. അതുകൊണ്ട് കൂട്ടായ്മയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹോദരന്മാരെ, ഈ പൊതുവിഷയത്തിലും നമുക്ക് ഈ കാര്യത്തെ പിൻവലിക്കുവാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, എത്രത്തോളമെന്നോ നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുവാൻ വേണ്ടി മനഃപൂർവമുള്ള ശ്രമങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തെന്ന ഓമന പേരിട്ടുകൊണ്ട് നിരീശ്വരത്വവും മതനിരാസവും അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ജീവിതത്തിന്റെ യഥാർത്ഥമായ നിലക്കുള്ള സംസ്കാരത്തെ തകർത്ത് കളയാനുള്ള നിയമങ്ങൾ പോലും വളരെ ഒളി അജണ്ടകളായിക്കൊണ്ട്, ഹിഡൻ അജണ്ടകളായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ, തൽപര കക്ഷികൾ ഉള്ളിൽ വളരെ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, നാട്ടിലൊരു നിർദ്ദേശം വന്നു സർക്കാർ സ്കൂളുകൾ അധ്യാപകരോട്. എന്താ നിർദ്ദേശം? രജിസ്റ്ററിൽ പേരെഴുതുമ്പോൾ ലിംഗവിവേചനം പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ പഠിച്ചപ്പോഴെന്താണ്, ഇപ്പോഴും നിലവിലെന്താണ്? രജിസ്റ്ററിൽ മാഷ് പേരെഴുതുമ്പോൾ ആൺകുട്ടികളുടെ പേര് ഒരു ഭാഗത്ത് എഴുതും, പെൺകുട്ടികളുടെ പേര് വേറൊരു ഭാഗത്ത് എഴുതും. ഇപ്പൊ എന്താ നിർദ്ദേശം കൊടുത്തത്? അങ്ങനെ ഒരു വിവേചനം പാടില്ല. 1-ാം നമ്പർ ആൺകുട്ടിയാണെങ്കിൽ 2-ാം നമ്പർ പെൺകുട്ടിയുടെ പേരാവണം. 3 ആൺകുട്ടി 4 പെൺകുട്ടി, ഇങ്ങനെ ഇടകലർത്തി പേരെഴുതണം. വേറെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൺകുട്ടികൾ ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ, ഇങ്ങനെ പാടില്ല. ആ നിർദ്ദേശം അങ്ങോട്ട് കാട് കയറി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏമാന്മാര് ഗൂഢാലോചന നടത്തിയിട്ട് അത് എവിടം വരെ എത്തിച്ചു എന്നറിയോ? രജിസ്റ്ററിൽ എഴുതിയതുപോലെ ബെഞ്ചിൽ ഇരുത്തും വേണമെന്നായി. എങ്ങനെയുണ്ട് കോള്? രജിസ്റ്ററിൽ എഴുതിയതുപോലെ രജിസ്റ്ററിലാണ്ട് എഴുതിയാൽ പോരാ, ഇരുത്തത്തിലും അങ്ങനെ തന്നെ ആവണം. അങ്ങനെ സ്കൂളുകളിൽ എന്ത് വേണമെന്നാ വന്നത്? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കണം. ഇങ്ങനെ ഒരേ ബെഞ്ചിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർത്തി ഇരുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിലേ അപ്പുറത്തും അറിയാം, അല്ലെങ്കിൽ ബാക്കിലും സൈഡിലുമായിട്ട് തന്നെ പൊല്ലാപ്പ് തീരുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോ ദിവസവും ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടകലർത്തി ഇരുത്തും കൂടി ചെയ്താലുള്ള എന്തായിരിക്കും സ്ഥിതി സഹോദരന്മാരെ? നിങ്ങൾ നോക്കൂ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മോശത്തരങ്ങൾ തന്നെ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ രൂപത്തിലുള്ള ശക്തമായ ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനെതിരെ ശക്തമായി മുസ്ലിം സംഘടനകളൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതാ ഇപ്പോ ഞാൻ പേരെടുത്ത് തന്നെ പറയാം,
മാധ്യമത്തിലൊരു ലേഖനം വന്നു. എന്താണ് ആ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാധ്യമത്തിൻ്റെ സഹായികളായ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതിൻ്റെ അണിയറ ശില്പികളായ ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരുമിച്ച് ഈ കാര്യത്തിനെതിരെ ശക്തമായി ആ നിലക്ക് മുസ്ലിം സംഘടനകളുടെ കൂടെ തന്നെ നിവേദനം കൊടുക്കാനൊക്കെ പോയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു ദിനപത്രത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു ലേഖനം അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വാളോങ്ങുന്നതാര്? ഇതാണ് ലേഖനം. ഇത് എന്നത്തെ ഇതിപ്പോൾ അടുത്ത ദിവസം വന്നതാണ്. 2008 ജൂൺ 25 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ അഥവാ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന പത്രത്തിലാണ്. എന്താണ് സഹോദരന്മാരെ ഇതിലുള്ളത്? ഇതൊരു സ്വാമിയുടെ ലേഖനമാണ്. ഞാൻ പറയുന്നത്, ഒരു ചർച്ചയാണെങ്കിൽ, ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണെങ്കിൽ പത്രക്കാർക്ക് പറയാമായിരുന്നു, അത് പലർക്കും അവരുടെ അഭിപ്രായങ്ങൾ എഴുതാനുള്ള ഒരു കോളം അനുവദിച്ചതാണെന്ന്. ഇതൊരു ചർച്ചയല്ല. അതല്ലെങ്കിൽ ഒരു തുടർ ലേഖനമാണെങ്കിൽ നാളെ ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് അടിക്കുറിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. അതുമില്ല. കൃത്യമായി ഒരാളുടെ സ്വതന്ത്രമായൊരു ലേഖനമാണ്. അതിൽ നിങ്ങൾ കേൾക്കൂ, എന്താ അതിൽ പറയുന്നത്? ലൈംഗിക അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്നു, മതവിശ്വാസത്തെ വിലകെടുത്തി നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നു, ചരിത്രത്തെയും മറ്റും കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നു തുടങ്ങിയവയാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരായ ആരോപണങ്ങൾ. എന്നിട്ട് കേട്ടോളൂ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ് മുറിയിൽ ഇടകലർന്നിരുന്നാൽ ലൈംഗിക അരാജകത്വം ഉണ്ടാകുമോ? ചോദിക്കാണ്. അങ്ങനെ ഇടകലർന്നിരുന്നാൽ എന്ത് അരാജകത്വം ഉണ്ടാകാനുള്ളത്? അങ്ങനെ ഇടകലർന്നിരിക്കുമ്പോഴേക്കാണ് അരാജകത്വം ഉണ്ടാകുമോന്നാണ് ഇയാൾ ചോദിക്കുന്നത്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി എന്നാണ് ഇയാളെ പേരതാണ്. ഇയാളാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ശരിക്ക്. ഞാനിത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടിയല്ല, വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു പത്രത്തിൽ എഴുതുമ്പോൾ, പ്രത്യേകിച്ചൊരു മുസ്ലിം സമുദായത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു പത്രത്തിൽ അത് വരുമ്പോൾ മറുപടിയോടുകൂടിയല്ലാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ ഒരാൾക്ക് സാധിക്കും? കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഓരോ പോയിന്റുകളും ഒരു മുസ്ലിമിന്റെ മനസ്സിനെ കുത്തുന്ന ചോദ്യങ്ങളാണ്. കേട്ടോളൂ നിങ്ങൾ. എന്താ പറയുന്നതെന്നറിയോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ് മുറിയിൽ ഇടകലർന്നിരുന്നാൽ, എന്നൊരു ബ്രാക്കറ്റിൽ, അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തതായി അറിവില്ല. ലൈംഗിക അരാജകത്വം ഉണ്ടാകുമോ? അതോ ലിംഗവിവേചനത്തിലൂന്നിയ സങ്കോചങ്ങളും സംത്രാസങ്ങളും സംഘർഷങ്ങളും കൂടാതെ ആരോഗ്യകരമായി ഇടപഴകാനുള്ള സൗഹൃദ ശക്തി പുഷ്ടിപ്പെടുകയാണോ ചെയ്യുക? ഉപരിയോഗിക്കാണ്. സൗഹൃദ ശക്തി, ആരോഗ്യപരമായ സൗഹൃദ ശക്തി പുഷ്ടിപ്പെടുകയല്ലേ ചെയ്യുക എന്നാണ്. നോക്കണം നിങ്ങൾ. എന്താ ഇദ്ദേഹം പറയുന്നത്? ഒന്നുകൂടെ കേട്ടോളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും സ്വാഭാവികതയോടെ ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആരോഗ്യകരമായ ഇടപഴകൽ ശേഷി അവരിൽ വർദ്ധിക്കും എന്നാണ് മനഃശാസ്ത്രമതം. നല്ല മനഃശാസ്ത്രമതാണ് കേട്ടോ നിങ്ങൾ. ഈ വരി ഇതിന്റെ അപകടം. ആൺകുട്ടികളും പെൺകുട്ടികളും സ്വാഭാവികതയോടെ ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആരോഗ്യകരമായ ഇടപഴകൽ ശേഷി അവരിൽ വർദ്ധിക്കുമെന്നാണ് മനഃശാസ്ത്രമതം. നേരെ മറിച്ച് കുഴപ്പം എപ്പോഴാണ് പറയുന്നത്? ഇതിന് ഘടകവിരുദ്ധമായി ആണും പെണ്ണും തമ്മിൽ ഒരൊറ്റ ബന്ധമേ ഉണ്ടാകൂ, ലൈംഗിക മാത്ര ബന്ധമാണെന്നത് എന്ന കാഴ്ചപ്പാടിലൂന്നിയ വികാര വിചാരങ്ങൾ സൂര്യ നമ്പൂതിരിയുടെ നിലവാരമുള്ളവയാണ് എന്ന് പറഞ്ഞാൽ, സൂര്യ നമ്പൂതിരിന്ന് സാധാരണ പറയല് പൊട്ടത്തരം പറയുന്നവനാണ്. അപ്പൊ പൊട്ടത്തരാണത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഇരുന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ലൈംഗികമായ ഒരു അരാജകത്വം ഉണ്ടാകുമെന്ന് വാദിക്കുന്നത് അത് സൂര്യ നമ്പൂതിരിയുടെ ഒരു നിലവാരമുള്ള വാക്കാണ്. പിന്നെ പറയാണ്, മതവിശ്വാസം ഒറ്റ ഊത്തിന് പൊട്ടുന്ന ബലൂണല്ല. അത്രക്ക് ബലം കുറഞ്ഞതാണ് മതവിശ്വാസമെങ്കിൽ അതില്ലാതിരിക്കുന്നതായിരിക്കും ആത്മബലമുള്ള മനുഷ്യനെ സൃഷ്ടിക്കാൻ നല്ലത്. ഒന്നാണ് തൊടുമ്പോഴൊക്കെ, ഒന്നാണ് അടുത്തിരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോണം. അതാണോ ഈ മതം എന്ന് പറയുന്നത്? അങ്ങനത്തെ ഒരു ബലൂണാണോ? എന്നാ പിന്നെ അങ്ങനെ ഒരു മതം ഇല്ലാതിരിക്കലാ നല്ലത് എന്ന് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി മൂപ്പര് പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമികമാണോ ഇത്? ഒരു മുസ്ലിമിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഇസ്ലാം എന്താ പറയുന്നത്? ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഇടപഴകുന്നതിന് ഇസ്ലാമിൽ കനത്ത നിയമങ്ങളുണ്ട്, ശക്തമായ നിയമങ്ങളുണ്ട്. എത്രത്തോളം അകാരണമായി ഒരു പെണ്ണിനെ നോക്കുന്നത് പോലും തെറ്റാണ്. വിശുദ്ധ ഖുർആനാണത് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സൂറത്തുൻ നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ,
ഈമാനുള്ള മനുഷ്യന്മാരോട് പോലും പറയൂ നബിയെ. മുഅ്മിനിനോട് പോലും എന്താ അല്ലാഹു തആല പറയുന്നത്? തെമ്മാടിയോട് പറയാനല്ല, മുഅ്മിനായി നടക്കുന്ന മനുഷ്യനോട് പോലും ബാധകമാണ്. മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ. എന്ത്? യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ ഹറാമുകളിൽ നിന്ന് അവർ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അങ്ങനെ അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധിക്ക് യോജിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഇതേ കൽപ്പന സ്ത്രീകളോടുമുണ്ട്. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. ഓ നബിയേ, സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കൂ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരും അനാവശ്യങ്ങളിൽ നിന്ന്, അഹിതകരമായ സ്ഥലത്തേക്ക് നോക്കുന്നതില്ലെന്ന് അവരുടെ ദൃഷ്ടികളെ അവരും താഴ്ത്തട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നോട്ടത്തിൽ വരെ അങ്ങനെയാണ്. ഇനി അടുത്തിടപഴകിയിരുന്ന് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? പാടില്ലല്ലോ. ഒന്ന് തൊടാൻ പറ്റുമോ? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിനക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നീ നിന്റെ വിരൽ കൊണ്ട് നീ ഒന്ന് സ്പർശിച്ചു പോകുന്നത് പോലും, തൊടുന്നത് പോലും എത്രത്തോളം ഗുരുതരമാണ്. വലിയ ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് നിന്റെ തലയിൽ ഒരു ഹാമർ കൊണ്ട് അടിച്ച് താഴ്ത്തുന്നതാണ് മനുഷ്യ, നീ ഒരു അന്യ പെണ്ണിനെ സ്പർശിക്കുന്നത് പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്രയും ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നത്. സംസാരത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു പെണ്ണ് ഒരു പുരുഷനോട് സംസാരിക്കുന്നത് പോലും ശ്രദ്ധിച്ചു വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. വലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ ഫഖുൽന ഖൗലൻ മഅറൂഫാ. ആ പെണ്ണുങ്ങൾ അവർ ശബ്ദം ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. വലാ തഖ്ലഅന ബിൽ ഖൗലി, വാക്കിൽ അവരിങ്ങനെ തേൻ പുരട്ടി സംസാരിക്കരുത്. മധുരമായി ഒരു അന്യാണിനോട് സംസാരിക്കാൻ പാടില്ല. വലാ തഖ്ലഅന ബിൽ ഖൗലി, അങ്ങനെ സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഈ പെണ്ണിന്റെ സംസാരം കാരണമായി അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ അത്തരം അസുഖമുള്ളയാൾ പല കാര്യങ്ങൾക്കും കൊതിക്കാൻ ന്യായമുണ്ട്. അതുകൊണ്ട് പെണ്ണേ, വഖുൽന ഖൗലൻ മഅറൂഫാ, നല്ല നിലക്ക് അഥവാ തെറ്റല്ലാത്ത നിലക്ക് ഇസ്ലാം പറഞ്ഞ നിലക്കുള്ള സംസാരമേ നിന്നിൽ നിന്ന് ഉണ്ടാകുവാൻ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഈ നിയമത്തെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്ന് എല്ലാ സംസാരങ്ങളും ശൃംഗാരങ്ങളും ഫോണിൻ പരിപാടികളും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ സമൂഹത്തിൽ കൂത്തരങ്ങായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ കൊരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന നിലക്ക് പറയുന്നത് എന്ത്? അങ്ങനെ ഒന്നാണ്ട് ഇടപഴകുമ്പോഴേക്ക് അരാജകത്വം വരും എന്ന വാദമുണ്ടെങ്കിൽ അത് വളരെ മോശമായ വാദമാണ്. അത്രക്കും ഒരു ഊതിയാ പൊട്ടുന്ന ആ നിലക്കുള്ള ഒരു വില കുറഞ്ഞ ബലൂണ് പോലെയാണ് മതവിശ്വാസമെങ്കിൽ അത്തരം ഒരു ബലൂണ് ഇല്ലാതിരിക്കലാണ് നല്ലത് എന്നും സ്വാമി എഴുതുമ്പോ അതിന് ആ സ്വാമിയുടെ ഈ വില കുറഞ്ഞ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾക്ക് ഒരിക്കലും കോളം അനുവദിച്ചു കൊടുക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് വളരെ ഗുരുതരമാണ്, വളരെ ഗൗരവമാണ്. എല്ലാ ആൾക്കാരും വായിക്കുന്ന പത്രല്ലേ, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ എഴുതട്ടെ. അതെങ്ങനെ പറ്റുക? അത് പറ്റില്ലല്ലോ. ലേഖനങ്ങൾ കൊടുക്കുക, ഉടനെ തന്നെ അടിയിൽ നമ്മൾ മറുപടിയും കൊടുക്കണം. ഉടനടിയിൽ മറുപടിയും കൊടുക്കണം. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് എഴുതിക്കോട്ടെ, അവിടെ തന്നെ അതിൻ്റെ അടിയിൽ അതിന് മറുപടിയും കൊടുക്കണം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അത് ശരിയല്ല, മാന്യമായി ഇതിന് മറുപടിയാണ് കൊടുക്കുക വേണ്ടത്. ഇനി കേട്ടോളൂ, ഇനിയും സ്വാമി എഴുതുകയാണ്. എന്താ? പർദ്ദ മുതലായ വസ്ത്രധാരണ രീതികളെ കുറിച്ചൊന്നും നിന്ദാപരമായ ഒരു പ്രസ്താവനയും ഇല്ല, പാഠപുസ്തകത്തെ പറ്റി പറയുന്നു. അതുപോലെ അതിനെ വന്ദിക്കുന്ന സൂചനകളും കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, കേട്ടോളൂ, RSS ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നതുപോലെ തന്നെ പർദ്ദ മുതലായ വിശേഷ വേഷവിധാനങ്ങൾ പ്രബലപ്പെടുന്നതിന് മുമ്പും ഇന്നാട്ടിൽ മുസ്ലിം മതവിശ്വാസികൾ ജീവിച്ചിരുന്നു. ഈ ചരിത്ര യാഥാർത്ഥ്യം വിസ്മരിച്ച് പർദ്ദ മുതലായ വിശേഷ വേഷവിധാനങ്ങൾ ധരിച്ചാൽ മാത്രമേ ഒരു വ്യക്തി മുസ്ലിമായി മതിക്കപ്പെടൂ എന്ന നിർബന്ധം പിടിക്കുന്നത് RSS അനുഭാവിയായാലേ
ഒരാളെ തികഞ്ഞ ഹിന്ദുവായി കരുതോ എന്ന് പറയുന്നത് പോലെ തന്നെ ഭ്രാന്തവും ജീർണവും വർഗീയമാത്രവുമായ നിലപാടാണ്. ദേശകാലഭേദങ്ങളെ തീർത്തും അവഗണിച്ച് വസ്ത്രധാരണത്തിലൂന്നി മാത്രം മതസ്വത്വ സംരക്ഷണം എന്ന് സിദ്ധാന്തിക്കുന്നതും ഒരു ബഹുമത സമൂഹത്തിൽ മനുഷ്യരായി ഒന്നിച്ചു ജീവിക്കേണ്ട ജനതയെ ഭിന്നിപ്പിച്ച് കൊല്ലാനും കൊല്ലിക്കാനും മാത്രമേ സഹായിക്കൂ. അത്തരം നിർണയ രീതികൾ മതേതര ഭാരതത്തിന്റെ നിലനിൽപ്പിന് ആശാസ്യവുമല്ല. കണ്ടോ, ഇതൊന്നും വാശി പിടിക്കണ്ടാന്ന്. നമ്മളാരെ വാശി പിടിച്ചോ? ഒരു മുസ്ലിമും പറയുന്നില്ല ഒരു പെണ്ണിനോട് പർദ്ദടണം അല്ലെങ്കിൽ എന്നെ കൊന്നുകളയുന്നു. അത് വർഗീയതയാണ്. അതുപോലെ ആരും ആരോടും പറയുന്നില്ല ആർക്കും ഏത് വേഷവും ധരിക്കുക, ഒന്നും ധരിക്കാതെയും നടക്കാം. അതൊന്നും ഇപ്പൊ ഇവിടുത്തെ ഒരു വിഷയമല്ല. പക്ഷേ ഒരു മുസ്ലിം പെണ്ണിനോട് ഖുർആൻ പറയുന്നുണ്ട് നീ അത് ധരിച്ചേ പറ്റൂന്ന്. അത് ധരിച്ചേ പറ്റൂ. അത് വർഗീയതയല്ല. മുസ്ലിമാണോ? മുസ്ലിമാണെങ്കിൽ ആ പെണ്ണ് നിസ്കരിക്കുമ്പോ പറയുന്നുണ്ട് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ മറ്റനുഷ്ഠാന കർമ്മങ്ങളും എൻ്റെ ബലികർമ്മമടക്കമുള്ള കർമ്മങ്ങളും എൻ്റെ ജീവിതം തന്നെയും എൻ്റെ മരണവും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അവന് പൊരുത്തമില്ലാത്തത് ഞാൻ ചെയ്യില്ല എന്ന് നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് 5 നേരം പ്രതിജ്ഞ പുതുക്കുന്ന ഒരു പെണ്ണിനോട് ഇസ്ലാം പറയുകയാണ് നീ ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് ടൈറ്റ് ഫിറ്റ് വേഷം ഒഴിവാക്കിയിട്ട് ലൂസായ വസ്ത്രം കൊണ്ട് മറച്ചുകൊണ്ടേ പെണ്ണേ നീ പുറത്തേക്ക് ഇറങ്ങാവൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് വർഗീയതയല്ല. അത് പറയുന്നത് അത് വർഗീയതയാണ്, ഭ്രാന്താണെന്നാ സ്വാമി എഴുതിയത്. അതിനാണ് മാധ്യമത്തിൽ കോളം അനുവദിച്ചു കൊടുത്തത്. പാടില്ലായിരുന്നു, വളരെ മോശമായി പോയി. ഇനി നോക്കൂ, സ്വാമി അവസാനം എന്താ നിർദ്ദേശിക്കുന്നത്? മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെ ഉണ്ടാകേണ്ട ആത്മീയ വികാരം ആരുടേതാ മാതൃക കേട്ടോളൂ. സ്വാമിക്ക് പറയാനുള്ളത് അക്ബറുടെ ആത്മാവുള്ള മുസ്ലിമും. മുസ്ലിമിന് ആരുടെ ആത്മാവ് വേണ്ടത്? അക്ബറിന്റെ ആത്മാവ്. ഏത് അക്ബർ? ദീനേ ഇലാഹി ഉണ്ടാക്കിയ രജപുത്ര സ്ത്രീകളെ വെച്ചുകൊണ്ടിരുന്ന അക്ബർ രാജാവില്ലേ, അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിയുടെ ആത്മാവുള്ള മുസ്ലിം ഇവിടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ മുസ്ലിമിനെ പറ്റൂല. മുമ്പരിക്ക് ഇപ്പോഴത്തെ മുസ്ലിമിനെ പറ്റൂല. കാരണം അക്ബറുടെ ആത്മാവുള്ള മുസ്ലിമും ഗാന്ധിജിയുടെ ആത്മാവുള്ള ഹിന്ദുവുമാകാൻ തടസ്സം സൃഷ്ടിക്കാത്ത മതതത്വസാരങ്ങളൊക്കെയും മതേതര വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേ വർഗീയതയെ മറികടക്കാനാവൂ. അല്ലെങ്കിൽ ഒക്കെ വർഗീയതയോ. വർഗീയതല്ലായ്മ ചെയ്യാൻ മുസ്ലിമീങ്ങളൊക്കെ ആരുടെ ആത്മാവ് സ്വീകരിക്കണം? അക്ബർ ചക്രവർത്തിയുടെ. ഹിന്ദുക്കളൊക്കെ ആരുടെ ആത്മാവ് സ്വീകരിക്കണം? ഗാന്ധിജിയുടെ. അതുകൊണ്ടേ ഇവിടെ വർഗീയത ഇല്ലാതാവുകയുള്ളൂ. കേട്ടോളൂ, ഈ പ്രവണത മാത്രമേ അങ്ങേറ്റം പുതിയ പാഠപുസ്തകങ്ങളിലും കാണുന്നുള്ളൂ. ഇതുള്ള പാഠപുസ്തകത്തിലും പറഞ്ഞിട്ടേന്ന് അതിനിപ്പോ എന്താ അത്ര പ്രയാസം? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനല്ലേ വലിയ പ്രയാസം. ഇനി കേട്ടോളൂ, ഈ പാഠങ്ങളെ മതവിശ്വാസ വിരുദ്ധങ്ങളായി ചിത്രീകരിക്കുന്നവർ മതേതര വിരുദ്ധരാണെന്നതിനോളം മതവിശ്വാസത്തിന്റെ അന്തസ്സാരം ഗ്രഹിച്ചവരാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അവർ മഹാനായ അക്ബറെയും മഹാത്മാഗാന്ധിയെയും മാനിക്കുന്നവരാണെന്നും കരുതാൻ വയ്യ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഗാന്ധിജിയെ നമ്മൾ മാനിക്കുന്നുണ്ട് ഒരു രാഷ്ട്രത്തിൽ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചൊരു നേതാവ് എന്ന നിലക്ക്. അക്ബറിനെ ഒരു രാജാവ് എന്നുള്ള അയാൾക്ക് മാനിക്കുന്നു. മുസ്ലിമീങ്ങളെ അടുത്തേക്ക് അക്ബറും പറഞ്ഞു വരേണ്ടതില്ല. അതാ മുസ്ലിമിന്റെ വികാരം. മുസ്ലിമിന്റെ വികാരം അതാണ്. നോക്കൂ നിങ്ങൾ, ഇതിനെതിരെ ഒരക്ഷരം പറയാതെ ഒരു ദിവസത്തിൽ വലിയ കോളം ഈ സ്വാമിക്ക് വിട്ടുകൊടുത്തില്ലേ? പിറ്റേന്ന് സ്വാമിക്ക് ഒരു മറുപടി വന്നോ? വന്നില്ല. അതിന്റെ പിറ്റേന്ന് വന്നോ? വന്നില്ല. ഒരാഴ്ച കാത്തു നോക്കി. സ്വാമിയുടെ ഈ പ്രയോഗങ്ങൾക്ക് ഒരൊറ്റ മറുപടിയും മാധ്യമം കൊടുത്തില്ല. എന്താ ഇതിന്റെ ഉദ്ദേശം? എന്താണ് സഹോദരന്മാരെ? ഇത് ഒരു ഇസ്ലാമികമായിട്ട് ഇതൊക്കെ വല്ല മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ വീക്കിലികളിലൊക്കെ വരേണ്ട ലേഖനങ്ങളല്ലേ? ഈ ഒരവസ്ഥയിലേക്ക് എങ്ങനെ തരം താഴുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സർക്കുലേഷൻ കൂട്ടാനോ പല രൂപത്തിലുള്ള ആളുകളും വായിക്കട്ടെ എന്ന നിലക്കോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും ഒരു മുസ്ലിം ഇത് വായിച്ച് പ്രതികരിക്കൽ അയാളുടെ ഈമാനിന്റെ ഭാഗമായതുകൊണ്ട് പ്രതികരിച്ചു എന്നേയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇത് ഈ ലേഖനത്തിൽ മുഴുവൻ ആ നിലക്കാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ നീങ്ങുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തിൽ ശക്തമായി നിവേദനമൊക്കെ കൊടുത്തപ്പോ ഇതാ ഇപ്പോ വേറൊരു ശബ്ദം. കാന്തപുരം മുസ്ലിയാർ മാധ്യമങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഈ സമരത്തിൽ വല്ലാതല്ല ഒപ്പുണ്ടായിരുന്നു. ഇതുവരെ ഒപ്പുണ്ടായിരുന്നു.
ഇപ്പൊ ഉഹദിന്ന് മുനാഫിക്കീങ്ങളാണ് വൈക്കന്ന് പിരിഞ്ഞുപോയ മാതിരി ഒന്നിച്ചിറങ്ങിയതാ. എല്ലാവരും കൂടെ എല്ലാ വിഭാഗവും ഈ കാര്യത്തിൽ ഒരുമിച്ചിറങ്ങിയതാ. ഇപ്പൊ ഒരു വൈക്കെത്തിയിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നത് അത് ശരിയല്ല, ഇതിൽ മുതലെടുപ്പുണ്ട്, ഇത് വേറൊരു കൂട്ടരിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. കാരണം എന്താ? കൂറ് കാണിക്കണമല്ലോ. അപ്പൊ ആ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അവർക്ക് വലിയ പ്രശ്നം എന്താ? പാഠപുസ്തകത്തിൽ ഇതൊന്നുമല്ല വലിയ പ്രശ്നം. വലിയ പ്രശ്നം എന്താ? അതിൽ വക്കം മൗലവിയുടെ പേരുണ്ട്, അത് വഹാബിയാണ്. വഹാബി നേതാവായ വക്കം മൗലവിനെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട് 7ാം ക്ലാസ്സിൽ. അത് പിൻവലിച്ചേ പറ്റൂ. അതിന് ഞങ്ങൾ മരണം വരെ ഓരോ തുള്ളി ചോരയും കൊടുത്ത് പോരാടും. വലിയ പ്രശ്നം അതാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മീഡിയകളുടെ മുമ്പിൽ വെച്ച് പറയാണ്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വലിയ പ്രശ്നങ്ങളെ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ സമുദായത്തിന് വലിയ ശാപം വരുത്തി വെച്ചവരാണ് മുജാഹിദുകൾ. അതിന്റെ നേതാവായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അയാളെ പുകഴ്ത്തിയിട്ടില്ലേ ആ പാഠപുസ്തകത്തിൽ? ഞങ്ങളെ നേതാക്കന്മാരെ പേരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളത് സമ്മതിക്കൂല. അങ്ങനെ അവരുടെ വിദ്യാർത്ഥി വിഭാഗം വലിയ സമരത്തിലാണ് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും. എന്താ സഹോദരന്മാരെ? എന്നിട്ട് പറയണേ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായി നടന്നവരാണ് മുജാഹിദുകൾ എന്ന്. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്നവരാണ്, ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടിയവരാണ്. എത്രത്തോളം മുജാഹിദുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ ചാരസന്തതിയാണ് എന്ന് വരെ. ബ്രിട്ടീഷ് ചാരനായിരുന്നു പോലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഹിജാസിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബ്രിട്ടീഷ് ചാരസുന്ദരികളുടെ കൂടെ കിടക്ക പങ്കിട്ടയാളായിരുന്നു എന്ന് യാതൊരു നാണവുമില്ലാതെ, മനസ്സാക്ഷി കുത്തുമില്ലാതെ കാന്തപുരം മുസ്ലിയാരുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന സുന്നി വോയിസിൽ എഴുതി വിട്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. മഹാനായ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരെ പറ്റി പോലും പറയാൻ പാടില്ലാത്ത വൃത്തികെട്ട വരികൾ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അറേബ്യൻ രാജ്യത്ത് ശിർക്ക് ചെയ്തിരുന്ന ഒരുപാട് മനുഷ്യന്മാരെ തൗഹീദിന്റെ വഴിത്താരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയ ഒരു മഹാനായ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ പറ്റി എഴുതിയത് എന്താണെന്നറിയോ? അദ്ദേഹം ബ്രിട്ടീഷുകാരന്റെ ചാരനായിരുന്നു. കഅബ പൊളിക്കാനുള്ള ഗൂഢാലോചനയുണ്ടായിരുന്നു അത്രേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്. അതിന് പകരം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നൽകിയത് എന്തായിരുന്നുവെന്നോ? ചാരസുന്ദരികളെയായിരുന്നു എന്ന്. ഡോളറിന്റെ പണവും അതിന്റെ പളപളപ്പും ചാരസുന്ദരികളുടെ മേനിയുടെ ചൂടും കൂടിയായപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കഅബ പൊളിക്കാനുള്ള ഗൂഢാലോചനയിൽ വരെ പങ്കുചേർന്നു എന്ന് പച്ച മലയാളത്തിൽ കേരളത്തിലേക്ക് എഴുതിവിട്ടിരിക്കുകയാണ് ഈ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഒരു മാസിക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ തരം താഴ്ത്തുകയാണെങ്കിൽ, ഒരാൾ അധപ്പതിക്കുകയാണെങ്കിൽ, ഒരാളെ പറ്റി വൃത്തികേടുകൾ എഴുതുകയാണെങ്കിൽ അതിനൊരു ഏതറ്റം വരെ പോകും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. എന്നിട്ട് പറയുകയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിൽ കുഴപ്പമുണ്ടാക്കിയയാളാണെന്ന്. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ? കേരളത്തിന്റെ ചരിത്രമറിയാവുന്ന ആളുകൾക്കറിയാം, കേരളത്തിൽ മുസ്ലിം ഐക്യസംഘം വന്നിട്ട് കേരളീയ മുസ്ലിമീങ്ങൾക്ക് ചെയ്ത സംഭാവനകൾ എന്താണെന്ന് ചരിത്രമറിയാവുന്ന ഒരാൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചരിത്രമറിയാവുന്ന ആളുകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പരാമർശിച്ചു പോയെങ്കിൽ അവർ പിന്നെ മറ്റാരെയാണ് പരാമർശിക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളീയ മുസ്ലിം പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടുണ്ടായിരുന്നോ? 1930കളിൽ മണ്ണാർക്കാട് വെച്ച് പ്രമേയം പാസാക്കി. എന്താ പ്രമേയം പാസാക്കിയത്? മുസ്ലിം പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിപ്പിക്കൽ, മുസ്ലിം പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശറയിൽ മക്റൂഹാണ്, അതുകൊണ്ടത് പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്നാണ് അന്നവർ പ്രമേയം പാസാക്കിയത്. മുസ്ലിം പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ പെങ്ങന്മാരെ, അധിക കാലഘട്ടത്തിലേക്കൊന്നും പോകണ്ട, നിങ്ങളും നിങ്ങളുടെ പെങ്ങളും കൂടി ഒരു മദ്രസയിൽ പഠിച്ചിരുന്ന കാലമെന്ന് ഓർക്കുക. നിങ്ങൾ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ കടലാസിൽ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങളുടെ പെങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദമുണ്ടായിരുന്നോ? ഓർത്തു നോക്കൂ. നിങ്ങൾ 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ കടലാസിൽ എഴുത്തു പരീക്ഷ നടത്തിയപ്പോൾ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് മദ്രസയിലേക്ക് നിങ്ങളുടെ കൂടെ ഇറങ്ങിയ നിങ്ങളുടെ സിസ്റ്റർക്ക്, നിങ്ങളുടെ പെങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദമുണ്ടായിരുന്നോ? കേരളത്തിൽ അധിക കാലത്തേക്കൊന്നും പോണ്ട, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് ചിന്തിച്ചാൽ മതി. അനുവാദമുണ്ടായിരുന്നില്ല. നിങ്ങൾ പരീക്ഷ എഴുതുന്നു, നിങ്ങളുടെ പെങ്ങളെ ഒരു സ്വകാര്യമായ ബൂത്തിലേക്ക് വിളിച്ചിട്ട് അധ്യാപകൻ ചോദ്യം ചോദിച്ച് ഓറൽ പരീക്ഷ മാത്രമേ നടത്തിയിരുന്നുള്ളൂ പെൺകുട്ടികൾക്ക്. കാരണം എന്താ? അവർക്ക് എഴുത്ത് പഠിക്കാൻ പാടില്ല. ഇതുണ്ടായിരുന്നില്ലേ കേരളത്തിൽ? സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചിരുന്ന മദ്രസകളിൽ ഈ നിയമം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ നിയമം കാണുന്നുണ്ടോ? ഇപ്പൊ വനിതാ കോളേജുകൾ വരെ ആയില്ലേ? ഈ മാറ്റത്തിന്റെ പിന്നീടൊക്കെ പ്രവർത്തിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നിങ്ങൾക്കറിയാമോ? ചരിത്രമറിയാവുന്ന ആളുകൾ ചരിത്രം പരതി നോക്കിയാൽ കാണാവുന്ന യാഥാർത്ഥ്യങ്ങളാണിത്. മദ്രസാ വിദ്യാഭ്യാസത്തിനെതിരുണ്ടായിരുന്നു. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായിരുന്നു.
ശുദ്ധമായ മലയാളം എഴുതുന്നതും പ്രസംഗിക്കുന്നതും ആര്യനെഴുത്താണെന്ന് പറഞ്ഞുകൊണ്ട് അത് നായന്മാരുടെ സ്വഭാവമാണ്. മുസ്ലിമീങ്ങൾക്ക് ശുദ്ധ മലയാളം പറഞ്ഞുകൂടാ. ശുദ്ധ മലയാളത്തിൽ പയക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല ഇനി തമ്പുരാനെ എന്ന് പാതിരാ വയലുകളിൽ വെച്ച് മുസ്ലിയാക്കന്മാർ പ്രാർത്ഥിച്ച് ജനക്കൂട്ടത്തെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചിരുന്നു. ശുദ്ധമായ മലയാളത്തിൽ ലേഖനം എഴുതുകയും ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്ത കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള കടവത്തൂരിലെ ഇ.കെ. മൗലവിയെ ആ നാട്ടിലെ ആളുകളോട് പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ ഇ.കെ. മൗലവിക്ക് അവർ സമ്മാനിച്ച പേര് നായർ മൗലവി എന്നായിരുന്നു. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു, എഴുതി, വർത്താനം പറഞ്ഞു. അതാ കാരണം. ഈ ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. യതീംഖാനകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ആർട്സ് കോളേജുകൾ ഉണ്ടായിരുന്നില്ല. കോളേജ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം അധപ്പതനങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസരംഗം പറയും വേണ്ട. ശിർക്ക് ചെയ്തിരുന്ന അന്ധവിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് പോയിരുന്ന ആളുകൾ, ചികിത്സിക്കാൻ പോലും തയ്യാറില്ലാതിരുന്ന ഒരു ജനത, ഒരുപാട് കാര്യങ്ങൾ. എന്തെല്ലാം ഖുർആൻ പഠിക്കാൻ പാടുണ്ടായിരുന്നോ? ഖുർആൻ പഠനമുണ്ടായിരുന്നില്ല. ഇന്ന് മാറ്റം എവിടെ എത്തി? ഖുർആൻ ക്ലാസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ക്ലാസിനെ പരിഹസിച്ചിരുന്ന ആളുകൾ, ഖുർആൻ ക്ലാസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾ, ഇന്നവർക്ക് ഖുർആൻ സ്റ്റഡി ഖുർആൻ സ്കൂളുകളുണ്ട്, സ്കൂൾ ഓഫ് ഖുർആൻ ഉണ്ട്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ മാറ്റങ്ങളൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ കുഴിയിൽ വീണ് കിടന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ മുസ്ലിം കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്ബുദ്ധത നൽകിയ മഹാന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തെ പരിഷ്കാര പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഒന്ന് പേരെടുത്ത് പരാമർശിച്ചു. അതുകൊണ്ട് ആ പാഠപുസ്തകം പഠിപ്പിക്കാൻ പാടില്ല, അത് പിൻവലിക്കലാണ് ഏറ്റവും പ്രധാനമെന്നാണ് കാന്തപുരത്തിന്റെ പാർട്ടി ഇപ്പോൾ വേറിട്ടൊരു ശബ്ദമായി കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബ്രിട്ടീഷുകാർക്കൊരിക്കലും ഓശാന പാടിയവരല്ല ഐക്യസംഘവും അതുപോലെ തന്നെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ മുൻകാല പണ്ഡിതന്മാരുമൊന്നും. വാസ്തവത്തിൽ നേരെ മറിച്ചാണ്. ഇന്ന് സമസ്തയുടെ ആളുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ പണ്ഡിതന്മാരാണ് വാസ്തവത്തിൽ എന്ത് പറഞ്ഞത്? ഖിലാഫത്ത് സമരത്തിന് പിന്തുണ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാവരുതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. കേട്ടോളൂ, എന്താ പറയുന്നതെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങൾ. സമസ്ത ഒരു കാലഘട്ടത്തിൽ പാസാക്കിയ പ്രമേയമാണ്. നിങ്ങൾ കേട്ടോ, എന്താ അവർ പ്രമേയം പാസാക്കിയത്? സാധുക്കളും നിരപരാധികളുമായ കേരള മുസ്ലിങ്ങളെ കോൺഗ്രസ് കക്ഷിക്കാർ അവരുടെ ഉദ്ദേശ നിർവഹണത്തിനായി ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേരും പരസ്യം ചെയ്ത് അവരുടെ മായാവലയത്തിൽപ്പെടുത്തുകയും അവിവേകികളും പാമരന്മാരുമായ മുസ്ലിങ്ങളെ മുമ്പിലേക്ക് തള്ളി കക്ഷിവഴക്കുകളും ബഹളവും ഉണ്ടാക്കി കേരളം മിക്കവാറും സ്ഥലങ്ങളിൽ വമ്പിച്ച ലഹള നടന്നതിന്റെ ഫലമായി എത്രയോ അനവധി മുസ്ലിം സഹോദരങ്ങൾ തോക്കിനിരയാവുകയും ജയിൽ ശിക്ഷയ്ക്ക് കാരണഭൂതരായി തീരുകയും ചെയ്തുവല്ലോ. ഒരു നീണ്ട വാക്യം. ഇനി പറയുന്നത് കേട്ടോ. ഭരണകർത്താക്കളോട് എതിർക്കലും, ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിക്കുന്ന കാലത്താ പറയുന്നത്, ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു. അവതാരകൻ കെ മമ്മൂട്ടി സാഹിബ് ബഹദൂർ, ഏറനാട് താലൂക്ക് ബോർഡ് മെമ്പർ. അനുവാദകന്മാർ പി കെ മുഹമ്മദ് മീറാൻ മൗലവി, എ പി അഹമ്മദ് കുട്ടി മൗലവി പാങ്ങിൽ. ഇയാളാണ് സമസ്തയുടെ സ്ഥാപക നേതാവ്. പാങ്ങുകാരൻ എന്നാ പറയാ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി. ഇത് സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിലെ 12ാമത്തെ പ്രമേയമാണ്. നിങ്ങൾ നോക്കൂ. അപ്പൊ എന്താ പറഞ്ഞത്? രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് അന്ന് പ്രമേയം പാസാക്കിയ ആളുകളായി ഇപ്പൊ പറയുന്നത് ഞങ്ങളാണെന്ന് ബ്രിട്ടീഷുകാരനെതിരെ പോരാടിയവർ. ഇവരൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ പേരല്ലേ വരേണ്ടത്, ഇവരെ പേരെങ്ങനെ കൊടുത്തു? നേരെ ചരിത്രത്തെ കീഴ്ക്കാൻ തൂക്കായിട്ട് മറിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടെ കേട്ടോളൂ. ഇവരെഴുതിയ ഇവരുടെ തന്നെ ഒരു പ്രസിദ്ധീകരണത്തിൽ മുമ്പ് വന്നൊരു ലേഖനമാണ്. ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാരുടെ വൈസ്രോയിക്ക് ഒരു പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടതിന് സമസ്തക്കാരെന്ന് പ്രകടിപ്പിച്ചൊരാഹ്ലാദം കേട്ടോളൂ. നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഐർവിൻ പ്രഭു അവറുകളും പത്നിയും സർക്കീട്ടിൽ നിന്നും മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു.
ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് അവർ അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മൗലവി അവർ പിന്താങ്ങി. അൽ ബയാൻ ഇതുവരുടെ സമസ്തക്കാരുടെ പണ്ട് കാലഘട്ടത്തിലുള്ള പ്രസിദ്ധീകരണമാണ്. എന്നിട്ട് ഇവരാണ് പറയുന്നത് ബ്രിട്ടീഷുകാരന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത സമുദായത്തെ വഞ്ചിച്ചവരാണ് മുജാഹിദുകൾ എന്ന്. അതുകൊണ്ട് അവരുടെ നേതാവാണ് വക്കം മൗലവി, അവരുടെ പേര് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെല്ലാം കഥകളുണ്ടെന്നറിയോ? ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളെ നേരെ കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള അവതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, എന്ത് ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കലാണ് ലക്ഷ്യം. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ അന്നും ഇന്നും ജനങ്ങളോട് ഉറക്കെ പറയുന്ന യാഥാർത്ഥ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിക്കൂടാ. അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ. അല്ലാഹു അല്ലാത്തവരുടെ ആ രൂപത്തിൽ അവരോട് ആ നിലക്ക് അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചുകൂടാ. മരണാനന്തരം ഒരാളുടെയും ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. ഖബറുകൾ കെട്ടിപ്പൊക്കുവാനോ അതിന്മേൽ കുമ്മായമിടാനോ സിമന്റ് ഇടാനോ പട്ടുമൂടാനോ വിളക്ക് കൊളുത്താനോ അവിടെ പോയി സുജൂദ് ചെയ്യാനോ തവാഫ് ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പാടില്ല. ഇത് ശക്തമായി കേരളക്കരയിൽ തുറന്നു പറഞ്ഞതാണ്. വക്കം മൗലവിയോട് ഇവർക്ക് ദേഷ്യമുണ്ടാകാൻ കാരണം, KM മൗലവിയോട് ദേഷ്യമുണ്ടാകാൻ കാരണം, EK മൗലവിയോട് ദേഷ്യമുണ്ടാകാൻ കാരണം ആ ദേഷ്യമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ എതിരാളിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒതുക്കാൻ നോക്കുന്നത്. വാസ്തവം എതിർപ്പതൊന്നുമല്ല. വക്കം മൗലവി ആ കാലഘട്ടത്തിൽ ശിർക്കിനെതിരെ ശക്തമായി പോരാടിയിട്ടുണ്ട്. ആ ദേഷ്യമാണ് ഈ തീർക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതൊരർത്ഥത്തിൽ നോക്കിയാലും മതബോധമുള്ള ആളുകളെ മതത്തിൻ്റെതായ യഥാർത്ഥ ചട്ടക്കൂട്ടിൽ നിന്ന് തെറ്റിച്ചു കളയുവാനുള്ള ശ്രമങ്ങൾ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നോടും എൻ്റെ അതേ സഹോദരന്മാരോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവർ നമ്മുടെ കയ്യിലുള്ള മണിക്കൂറുകളെക്കാൾ അപ്പുറം പുറത്ത് ബാഹ്യലോകത്താണ് അവരുടെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത്. അപകടത്തിൻ്റെ ചതിക്കുഴികളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ, അവർ പഠിക്കുന്ന സ്കൂളുകളിൽ സഹപാഠികൾ കൊണ്ടു നടക്കുന്ന മീഡിയകളുടെ വ്യത്യസ്തങ്ങളായ അധുനാധുന ഉപകരണങ്ങളിലൂടെ അവർ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്നതും പ്രസരിപ്പിക്കുന്നതുമൊക്കെ വൃത്തികേടുകളുടെയും നിരീശ്വരത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒക്കെ ന്യൂസുകളാണ്, വാർത്തകളാണ്, ചിത്രങ്ങളാണ്. കണ്ടറിയണം, വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. എവിടേക്ക് പോകുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, എപ്പോൾ മടങ്ങി വരുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, അതൊരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ട ശ്രദ്ധയാണ്. കാരണം എന്താണ്? നാം മരിച്ചാലും ജീവിച്ചിരിക്കുകയാണെങ്കിലും ഈ മക്കൾ ഒരിക്കലും നമുക്കെതിരായി ഉണ്ടായിക്കൂടാ. നാളെ പരലോകത്തിൽ നമുക്കെതിരായി വരുന്ന മക്കളായിക്കൂടാ. അനുകൂലമായി വരുന്ന നിലക്കായി തീരാൻ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ശുദ്ധമായ പ്രകൃതിയുടെ ആ ഒരു ബോധമുണ്ടല്ലോ, അതവരുടെ മനസ്സിൽ നിലനിൽക്കാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അടിക്കടി നൽകിയിട്ടില്ലെങ്കിൽ, നാം ഇരിക്കേണ്ടയിടത്ത് നാം ഇരിക്കാഞ്ഞാൽ അവിടെ മറ്റാരെങ്കിലും കയറിയിരിക്കുമെന്ന് പറയാറുണ്ട്. നാം കൊടുക്കേണ്ട വിജ്ഞാനം നൽകാതെ അമാന്തിച്ചാൽ മറ്റു പലരും അവർക്ക് പല വിജ്ഞാനങ്ങളും കൊടുത്ത് അവരെ തകർക്കും, അവരെ നശിപ്പിക്കും. നാശം പൂർത്തിയായിട്ട് ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല. ആ ഒരു ജാഗ്രതയും ആ ഒരു ശ്രദ്ധയും നമ്മിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ട നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നു, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ. മുത്തഖീങ്ങളായ ആളുകൾക്ക് നേതാവാകാൻ പറ്റാവുന്ന നിലക്ക് നീ ഞങ്ങളെ ആക്കണേ. ഇത് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമർ റഹീമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന മക്കൾ ഇസ്ലാമികമായ ബോധത്തോടുകൂടി വളരുന്ന യഥാർത്ഥത്തിലുള്ള ഒരു അന്തരീക്ഷം അല്ലാഹു നമുക്ക് ചുറ്റും നിലനിർത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.